ഹാഷ്മി നമസ്കാരം. ജനകീയ കോടതിയിലേക്ക് ഹാഷ്മി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ വന്നത് ഞാൻ വെറും വിഡ്ഢിയായതുകൊണ്ടല്ല. ഹാഷ്മി കാനഡ. അണ്ണൻ പുതിയ കാറെടുത്തു. കളിയാക്കിയവർക്കൊക്കെ അണ്ണാക്കിൽ കിട്ടി. അണ്ണന്റെ റേഞ്ച് മനസ്സിലായല്ലോ അല്ലേ? എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ജീവിക്കാൻ വേണ്ടി ബൈക്ക് വിറ്റു എന്ന് പറഞ്ഞ അഖിൽ മാരാർ റേഞ്ച് റോവർ വണ്ടിയെടുത്തു. ഹീറോയിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. കഴിഞ്ഞ ദിവസം ഹാഷ്മി ജനകീയ കോടതിയിൽ വിളിച്ച് അപമാനിച്ചു വിട്ടിരുന്നു. അഖിൽ മാരാർ പൈസ കളഞ്ഞ് ഞാൻ മത്സരിച്ചോ? അത് ഞാൻ പറയുന്നല്ലോ, എന്റെ വണ്ടി ഞാൻ വിറ്റെന്ന്. ഇപ്പൊ പച്ചക്കള്ള പറയുന്നത് വിളിച്ചിട്ട് ചായ തരുന്നതിന് പകരം ചാണകവെള്ളം കൂടി പുറത്തൊഴിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചുട്ട മറുപടിയായിട്ടാണ് ഈ റേഞ്ച് റോവർ എടുക്കാൻ കാരണം. ഈ പരിപാടി കണ്ടവർക്ക് മനസ്സിലാകും അഖിലിനെ ഹാഷ്മി വലിച്ചു കീറുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കോടികൾ വിലമതിക്കുന്ന റേഞ്ച് റോവർ സ്വന്തമാക്കിയിരിക്കുകയാണ് മാരാർ. എന്തായാലും അണ്ണന്റെ കയ്യിൽ കുറെ ക്യാഷ് ഉണ്ട്. 2020 നിന്നും 5 പൈസ കിട്ടിയിട്ടില്ല. ഇതൊക്കെ അണ്ണൻ റിയൽ എസ്റ്റേറ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. ദിവസം 1.5 ലക്ഷം രൂപ വരുമാനമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വേണ്ട, നീ വിശ്വസിക്കണ്ട. നീ രാത്രി ഡോറും തുറന്നിട്ട് വായും പൊളിച്ചിരുന്നു. ഹാഷ്മി ചൊറിഞ്ഞ ആള് മാറിപ്പോയി. നിലപാടുകളുടെ രാജകുമാരൻ മാരാരുടെ തട്ട് താണു തന്നെയിരിക്കും. ഇഷ്ടമുള്ളപ്പോൾ വണ്ടി വാങ്ങും വിൽക്കും. അതാണ് മാരാരുടെ സ്റ്റൈൽ.